വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ തുടരുകയാണ്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ജലനിരപ്പ് ഉയർന്നതോടെ വയനാട് ബാണാസുര ഡാമിന്റെ ഷട്ടർ തുറന്നു. ഡാമിന്റെ ഷട്ടറുകൾ 20 സെന്റിമീറ്ററായി ഉയർത്തി. കരമാൻതോട്, പനമരം പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. പാലക്കാട് കണ്ണമ്പ്രയിൽ വീട് തകർന്നു വീണ് അപകടമുണ്ടായി. അകത്തേത്തറയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. വിവരങ്ങളുമായി ഹാൻസ് ആണ് ചേരുന്നത്. ഹാൻസ്, വലിയ തരത്തിലുള്ള മഴയാണ് സംസ്ഥാനത്ത് പ്രത്യേകിച്ചും വടക്കൻ ജില്ലകളിൽ ഉള്ളത് എന്നുള്ളതാണ്. പലയിടത്തും പലതരത്തിലുള്ള മഴക്കെടുതികളും ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ഏതു രീതിയിലാണ് മുന്നറിയിപ്പ്? ഈ മഴ ഇങ്ങനെ തന്നെ തുടരുമോ അതോ മഴയുടെ ഈ ഒരു ശക്തിക്ക് കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? സ്വാതി, നിലവിൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് മഴ തുടരുന്നതെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. വരും ദിവസങ്ങളിൽ മഴയ്ക്ക് ശമനമുണ്ടാകും എന്നുകൂടി അറിയിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം ഇന്ന് വടക്കൻ ജില്ലകളിലും അതിനോടൊപ്പം തന്നെ മധ്യ കേരളത്തിലും അതിശക്തമായ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതിന്റെ ഭാഗമായി 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ട്. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത്. തെക്കൻ കേരളത്തിൽ ഇന്ന് അലർട്ടുകളൊന്നും നിലനിൽക്കുന്നില്ല. അതിനോടൊപ്പം തന്നെ സംസ്ഥാനത്തെ 2 ഡാമുകൾ ഇതിനോടകം തന്നെ തുറന്നിട്ടുണ്ട്. കക്കി ഡാമും അതിനോടൊപ്പം തന്നെ വയനാട് ബാണാസുര ഡാമിന്റെയും ഷട്ടറുകളാണ് നിലവിൽ ഉയർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഡാമിന്റെ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മഴ ശക്തിപ്പെടുകയാണെങ്കിൽ മറ്റ് ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്താനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പുഴയോരത്തുള്ളവരും ജാഗ്രത പാലിക്കണം. കൂടാതെ ശക്തമായ കാറ്റിനും സാധ്യത നിലനിൽക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. സ്വാതി. ശരി ഹാൻസ്, വടക്കൻ കേരളത്തിലാണ് അതിതീവ്ര മഴ. ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴിയുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും മഴ തുടരാനുള്ള സാധ്യത തന്നെയാണ്. എല്ലാവരും കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകൾ പാലിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇപ്പോൾ അധികൃതർ നൽകുന്ന നിർദ്ദേശം.